ഇവൻ 10,000 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവന് ഞാൻ 10,000 രൂപ കൊടുക്കാൻ പോവുകയാണ് ഈ വീഡിയോക്കകത്ത്. സാധാരണ ഒറ്റയ്ക്കാണ് ചെയ്യാറുള്ളത്, പക്ഷേ ഈ വീഡിയോ ഞാൻ വിചാരിച്ച് കുറച്ച് ചില കാരണങ്ങൾ കാരണം ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നീ 10,000 രൂപ മേടിച്ചോണ്ട് പോകല്ലേ? പിന്നെ എന്റെ കയ്യിലിരിക്കും 10,000 രൂപ. ആണോ? ഇരിക്കണം. ചാലഞ്ചിന്റെ റൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കടയിൽ നിന്ന് 2 ഐറ്റം മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് പകുതി ഫുഡ് സബ്സ്ക്രൈബേഴ്സ് ഡിസൈഡ് ചെയ്യും എന്താ കഴിക്കേണ്ടതെന്ന്, ബാക്കി പകുതി നിങ്ങൾക്ക് സ്വന്തമായി ഡിസൈഡ് ചെയ്യാം. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാൻ വൈകുന്നേരം വരെ സമയമുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന മലപ്പുറത്താണ്. ഇതിനു വേണ്ടി നിങ്ങൾ മലപ്പുറം വരാൻ പറഞ്ഞായിരുന്നു. ഞാനിപ്പോ ഫസ്റ്റ് റെസ്റ്റോറന്റ് സെലക്ട് ചെയ്യാൻ It's done. Airlines Celestial Family Restaurant. എയർലൈൻസ്. ഇവിടെ ഈ ഒരു റെസ്റ്റോറന്റ് പേരാ പറഞ്ഞിരിക്കുന്നത്, എന്താ മേടിക്കുന്നത് പറഞ്ഞിട്ടില്ല. അപ്പൊ നിനക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാം. ഓക്കെ. കട സൈഡിൽ തന്നെയാ. ലക്ക് എന്ന് പറഞ്ഞാൽ കിടിലൻ ലക്കാണ്. അതെ, ഇത്ര പെട്ടെന്ന് ലക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. സൈഡിൽ നിന്ന് കടയാണ് സെലക്ട് ചെയ്തത്. ഇവിടെ നിനക്ക് ഇഷ്ടമുള്ള മേടിക്കാം. ഓക്കെ, സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം എപ്പിയുടെ കാശ് പോകുന്നു തോന്നുന്നുണ്ട്. ഇതിന് ഏറ്റവും വില കൂടി വാങ്ങിക്കണ്ടേ, പക്ഷെ ഇതൊക്കെ വില കുറവാ. നീ റാൻഡംലി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്റ്റോറന്റ് കണക്കിരിക്കും. ഫസ്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് വരട്ടെ. ഓ ഡാം, ഇറ്റ്സ് ബിഗ്. ഇത് നീ ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം. ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്ര വലുതാന്ന്. പിന്നെ നീ അല്ലേ പറഞ്ഞ ഏറ്റവും വലുതെടുത്ത് നിൽക്കാൻ? കാശ് വലുതാക്കിയാൽ മതിയായിരുന്നു, സൈസ് കൂട്ടണമായിരുന്നു. കഴിക്കുമല്ലേ? പിന്നെന്താ, ഇതൊക്കെ സിമ്പിളാ. ആരംഭിക്കണം. പ്രീമിയം ഫുഡ് ആയിരിക്കും എല്ലാവർക്കും. അതെ, നമ്മൾ പൈസയും മേടിക്കും, ഫുഡും കഴിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. കേട്ടല്ല? നീ പിന്നെയും സിമ്പിളാന്ന് പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഡൗട്ട് അടിക്കുന്നു. 10,000 രൂപ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് പൈസ കിട്ടത്തുള്ളൂ കേട്ടാ. ചെക്ക് പോയിന്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. ഒരു ചെക്ക് പോയിന്റ്, ഒരു ക്ലൂ തരുന്ന ഇറക്കി ചോദിക്കുന്നത്. ഇത്ര വലിയ മീനൊക്കെ നീ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ടോ? ഞാൻ മീനെ കഴിക്കാറില്ല. ഞാൻ ചെമ്മീൻ കഴിക്കും, കാരണം മുള്ളില്ലല്ലോ. ഇതിന് മുള്ളില്ല. മീൻ കഴിക്കാറില്ല. കഴിക്കാറില്ല, എന്നാലും ചില സാധനങ്ങൾ. അവനങ്ങനെ ഫസ്റ്റ് ഐറ്റം കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞില്ലേ നിസാരം. നീ ഒന്നും ഇല്ലല്ലോ. എല്ല് മാത്രമുള്ള തോന്നുന്നു. എല്ലുണ്ട്, തൊലിയുണ്ട്. His final bill is 1,764. Are you happy? Yeah, I'm pretty happy. You're pretty happy. I think you're like damn happy. അപ്പോൾ അടുത്ത ലൊക്കേഷൻ ഇവൻ ഡിസൈഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റെസ്റ്റോറന്റ് നല്ല രീതിക്ക് വലിപ്പിച്ചിട്ടുണ്ട്, ഒരു ഐറ്റം വെച്ച് തന്നെ. അപ്പൊ എനിക്ക് കൂടി വന്ന ഒരു 5 ഐറ്റത്തിൽ ഇവൻ വൈൻഡ് അപ്പ് ചെയ്യുമായിരിക്കും. 5-6 ഐറ്റത്തിൽ മേടിക്കാനാ. ബുക്ക് എത്ര രൂപ? 60 രൂപ. ലുഖ്മാനുൽ ഹക്കീം, ചരിത്രം തത്വചിന്തകർ. 60 എന്ന് പറഞ്ഞിട്ട് 100 കൊണ്ടല്ലേ പോയത്? ബാക്കി സംഭാവനയാ. ബോയ്സ്. അപ്പൊ പയ്യൻ സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ റെസ്റ്റോറന്റ് അവൻ തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്താണ് കേട്ടാ. ഫർസ എന്ന് പറയുന്ന റെസ്റ്റോറന്റ്. അത് അപ്പം ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിരിക്കും ഒബ്വിയസ്ലി. അതൊക്കെ നമുക്ക് കുഴപ്പമില്ലല്ലോ. ശരിയല്ലേ നീ? അർജുനപ്പേടെ 200 രൂപയാണ് 200 രൂപ. 200 രൂപ കുടിച്ച് തീർക്കുമ്പോ 200 രൂപ. എന്നെക്കൊണ്ട് പറ്റുന്നേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കാൻ 10,000 മേടിച്ചോണ്ട് പോകണമെന്നാ. എനിക്ക് ആൾക്കാർ മേടിച്ചോണ്ട് പോകണമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡിഫിക്കൽട്ടി കാണും. വെറുതെ പൈസ കൊടുക്കുമല്ലോ ഇവിടെ. നിങ്ങള് ആ പൈസ എന്താണ് ലഭിക്കുന്നതിന്റെ ആ ഒരു ഫീല്, സാറ്റിസ്ഫാക്ഷൻ വേണം. ബോൺലെസ് ആയ ഭാഗ്യം. കഴിച്ചു കിടങ്ങും. കമോൺ, 10,000 രൂപ മേടിക്കേണ്ടതാണ് നമുക്ക്. കൊള്ളുന്നുണ്ടോ? ചൂടുണ്ടോ? അത്യാവശ്യം. കഴിച്ചോ. ചെറിയൊരു ഐറ്റം മാത്രമേ ആയിട്ടുള്ളൂ. നീ കുറെ കഴിക്കാൻ കിടക്കുന്നു. കമോൺ. എന്താണെങ്കിൽ അടുത്ത കഴിയും. ഇതെല്ലാം ഒരേ കട പോയി വരുമ്പോ തന്നെ പെട്ടെന്ന് രാത്രിയാവും. നമുക്ക് പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് ഓരോരോ കട കയറുക. ഞാൻ കഴിച്ച ചിക്കനും കൊണ്ടാട്ടില്ല. നീ കഴിച്ച ചിക്കൻ ഡ്രൈ ആയിരുന്നു. ഇത് ഒരു ഡ്രൈ, ഏകദേശം ഒക്കെ ഡ്രൈ ആണെന്ന് പറയാം. സോസി ഓയിലി ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. മടുക്കുന്ന ഫസ്റ്റ് കയറിയ കടയിൽ ശരിക്കും അവിടെ നിന്ന് 10,000 പോണതായിരുന്നു. പക്ഷെ അവിടെ ഒരു 4 മണി വരെ ടൈം പറഞ്ഞു. ഫൈനലി അവൻ സെക്കൻഡ് ഐറ്റവും കഴിച്ച് തീരാറായി. 2 പീസ്. കമോൺ, തീർക്കൂ. 2 പീസിന് ഇത്ര സമയം എടുക്കുന്നു? ഇത്രയും പീസ് കഴിച്ചില്ലായിരുന്നു. നമ്മളിതുവരെ 3,000 പോലും തൊട്ടിട്ടില്ലെന്ന് എന്റെ തോന്നലല്ല, അത് സത്യം. ഇവിടുത്തെ ബില്ല് 2 ഐറ്റം ഇൻക്ലൂഡ് ചെയ്ത് ആയിരിക്കുന്നതാണ് 829. ഇനിയും കുറെ പോവാൻ കിടക്കുന്നു. ടെൻഷൻ അടിക്കണ്ട. എന്തിനാ എനിക്കെന്ത് ടെൻഷൻ? ഇതൊക്കെ എളുപ്പല്ലേ. എനിക്ക് വേണ്ടി ഈ പ്രാവശ്യം അർജുൻ MP സെലക്ട് ചെയ്യുന്നതാണ്. ശരി. മൻഹൽ മന്തി, കൊട്ടയ്ക്കൽ, മലപ്പുറം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മൻഹൽ റെസ്റ്റോറന്റ്. ഇവിടുന്ന് മന്തി കഴിക്കാനാണ്. മന്തി അല്ല, എന്തോ
ഇവിടെ എന്തെങ്കിലും കഴിക്കാം, മന്തിക്കടയാണ്. കടാന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവൻ ഇവിടുന്ന് മൂന്നാമത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്നത് ഒരു അഫ്ഗാനി ക്വാർട്ടർ ചിക്കൻ മാത്രം. അവന് എന്താണ് ഫുള്ളൊന്നും കഴിക്കാൻ താല്പര്യമില്ല, വെറുതെ വയറ് നിറക്കണ്ടെന്ന്. അടുത്ത റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യുന്നതുകൊണ്ട് അവൻ സ്വന്തമായിട്ട് തന്നെ ഡിസൈഡ് ചെയ്യും. അടുത്തത് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്തായാലും ഇത് കുറച്ച് കഴിക്കാൻ പോകുന്നു. അടുത്തത് വലുത് പിടിക്കണം, അതാണ് ഞാൻ നോക്കി കുടിക്കുന്നത്. പിടിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ 250 രൂപ അതിൽ വരും. അവൻ്റെ ഐറ്റം വന്നിരിക്കുകയാണ്, ഒരേ ഒരു സിംഗിൾ പീസ് അഫ്ഗാനി ചിക്കൻ. നമ്മൾ വേറെ പിടിക്കും. പിടിച്ചാൽ മതി, സമയം പോകുന്നുണ്ട്. ഒട്ടും വെച്ച് താമസിക്കേണ്ട. ഒരു മൊജിറ്റോയും ചിക്കൻ. ഇവനാണ് എന്തുവാണ് എൻ്റെ കൊച്ചിയിലെ 10,000 രൂപ കാലറിക്കകത്ത് എനിക്ക് ഏതോ ഒരു ഉഗാണ്ടയിൽ ഇരിക്കുന്ന അവക്കാഡോ ഷേക്കിന് എഴുതി തന്നത്. അന്നേ ഞാൻ ഉന്നം വെച്ചതാണ് ഇവനെ വിളിക്കുമെന്ന്. എന്ത് പറയുന്നു? പറയാന്നില്ല, എന്തിനു പറയാനാ. വളരെ സ്ലോ ആണ് കഴിപ്പ്. ചൂടായിരിക്കും അല്ലേ? അയ്യോ, ഞാനും പ്രോത്സാഹിപ്പിക്കുക. അതെ അതെ, മോട്ടിവേഷൻ. കൈയടിക്ക്. അത് കുറച്ചേറെ ആയിപ്പോയി. ഞാൻ അടിക്കാൻ പോയത് അപ്പോഴാണ് മനസ്സിലായത്. Come on, last bite. Ta-da! Come on boys, let's freaking get it. അപ്പോൾ അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. പയ്യൻ സ്വന്തമായി ഡിസൈഡ് ചെയ്യും. പയ്യൻ്റെ ഈ കടയിൽ നിന്നുള്ള ബില്ലെന്ന് പറയുന്നത് 315 രൂപയാണ്. 300 ക്രോസ് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. എനിക്ക് വയ്യ. ചെറുതായി 315 ഒക്കെ എന്ത്. നമ്മളപ്പോ 4ാമത്തെ റെസ്റ്റോറൻറ്റ് സൈൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇവൻ ഒടുക്കത്തെ വലിയൊരു ഡിഷ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇനി അവിടെ എത്തുമ്പോൾ അറിയാം. കഴിക്കാൻ പറ്റണോ? പറ്റും. നീ തപ്പിയതാണ്, കഴിക്കണം, അത്രേ ഉള്ളു. വലിയ റെസ്റ്റോറൻ്റ് ഒക്കെ ആണല്ലോ, എത്രയൊക്കെ പൊടിയെന്ന് തോന്നുന്നു. പയ്യൻ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ഒരു മിക്സ് മട്ടനൊക്കെ ഉള്ളൊരു പ്ലാറ്റർ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു 3000 എത്രയും കണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ അവൻ അതിനകത്തുള്ള 4 പേർക്കുള്ള റൈസ് അവൻ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് നമ്മൾ ആ റൈസിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു $400 കേട്ടല്ലോ. ഞാൻ കഴിച്ചാൽ മതി. എനിക്ക് പ്രതീക്ഷ ഇപ്പോൾ ഒട്ടുമില്ല പ്ലാറ്റർ ഓർഡർ ചെയ്തത്. വേറെ എന്തെങ്കിലുമൊക്കെയാണ് പിന്നെ ഉണ്ടായിരുന്നു. പ്ലാറ്റർ ഓർഡർ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇത് കഴിയുമ്പോൾ പ്രതീക്ഷ കൂടും. ശരി, നീ എന്താണ് പറഞ്ഞത്? നീ ഇത് ഫുള്ളും കഴിക്കുന്നല്ലേ? പിന്നെന്താ, കഴിക്കും. ആണോ? കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. കഴിച്ചാ മതി. ഇത് കുറച്ചുണ്ട്. തടിപ്പുറത്തൊക്കെയാ വന്നത്. നീ ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും സ്റ്റാർട്ട് ആകാത്തണൊക്കെ ആയിരിക്കും. അതെ, ഇലയൊക്കെ എടുത്ത് മാറ്റിക്കോട്ടെ. ഇലയൊക്കെ എടുത്ത് മാറ്റിക്കും. ഇലയൊന്നും കഴിക്കണ്ട പാവം. പ്രോൺസൊക്കെ കഴിച്ച് മോനെന്നൊരു തീരുമാനമാവും. മട്ടനൊക്കെ കണ്ട മട്ടൻ പോയാൽ തന്നെ പകുതി സ്പേസ് ആയി. ഇത് അൽഫാം ഫുള്ളാ. അൽഫാം 2 ഉണ്ട്. ഒരു ചിക്കൻ. 2 അൽഫാം ഫുള്ള്. ചെറിയ അൽഫാം. പക്ഷേ ദൈവമേ, ഇതെല്ലാം കൂടി നിന്റെ വയറ്റിലോട്ട് പോകണം. കമോൺ, 3000 സംതിങ് കഴിച്ചു, കുഴപ്പമില്ല. റൈസ് നീ പറഞ്ഞ് കുറച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇത് കുറച്ചില്ല, അവർ മറന്നു തോന്നുന്നു. കുറച്ച് കിടക്കുക. കുറച്ചാ എന്തായാലും എൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ബ്രെഡ് വളർത്തില്ല കേട്ടോ, ബ്രെഡ് സ്റ്റൈല. 3 ഷ്രിമ്പ് തീർത്തിട്ടുണ്ട് ഇതുവരെ ആയിട്ട്. അവൻ കഴിക്കുന്ന അവനെ നല്ല ഉന്മേഷം ഉറപ്പാണ്. വരണേനും തൊട്ട് മുൻപ് വരെ എനിക്ക് എന്നെ തന്നെ വിശ്വാസം ഉണ്ടായില്ല. ബട്ട് കഴിച്ചു തുടങ്ങിയപ്പോൾ ചെറിയൊരു വിശ്വാസം വന്നു. കഴിച്ചു ഇനിയും കഴിക്കാൻ കിടക്കുക. ലാമ്പ് തീർത്താ? ലാമ്പ് തീർത്തു. എന്നെ മാത്രമേ ഉള്ളൂ. അത് എടുത്ത് അവിടെ വെക്കുവാണ്. സ്ഥലം വേണ്ടേ? നിന്റെ പക്കത്ത് ഞാൻ വിശ്വസിക്കാത്തതിന് ഇപ്പൊ ഖേദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴിയുമ്പോ ഒരു തെളിച്ചം വരും. തെളിച്ചം വരും. സ്റ്റൈലല്ലേ, പൊടിയുന്നുണ്ട്. സ്റ്റൈലാണല്ലേ? അവരെന്തായാലും അവർ പറയുന്നില്ല സ്റ്റൈലാണെന്ന്. അവരുടെ റെപ്യൂട്ടേഷനും ബാധിക്കില്ലേ? റെപ്യൂട്ടേഷന് ബാധിക്കുന്നത് ആവശ്യമൊന്നുമില്ല. ഇത് പൊടിഞ്ഞു വീഴുന്നു. ബ്രെഡ് വിട്ടേക്ക്, ബാക്കി കെട്ടി. ലാമ്പ് കംപ്ലീറ്റ് ചെയ്തു, ഷ്രിമ്പ് കംപ്ലീറ്റ് ചെയ്തു. നീ അവൻ ഏതോ ഒരു മീനിലോട്ട് പൊക്കത്തോട്ട് പോയില്ലേ? മീൻ തിന്നാത്ത ഞാനാ ഗൈസ്. പിന്നെ മീൻ മാത്രം തിന്നാത്ത മീനില്ല. ഈ ബ്രെഡ് നീ ടേസ്റ്റ് ആണോ? ബ്രെഡിന്റെ ടേസ്റ്റ് അത് തന്നെയാണെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, ചിലപ്പോൾ അതായിരിക്കും. രണ്ടിനും ഒരേ ടേസ്റ്റ് തന്നെ. എന്തായാലും എനിക്ക് ബ്രെഡ് കഴിക്കണ്ട, ബ്രെഡ് ഇഷ്ടപ്പെട്ടില്ല. അവനിപ്പോൾ ചിക്കനിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മീൻ ഇപ്പം സൈഡിലോട്ട് വെച്ച് മാറിക്കും. ഇതൊന്നും മുറിക്കേണ്ടി വരും. ഈ കൈ 2 കൈ വെച്ച് വലിച്ചു കീറി. നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ആൾക്കാർ ഒന്നുമില്ല. നീ ചിക്കൻ മുറിച്ച് കഞ്ചമായിട്ട് വെട്ടിയിട്ടല്ലോ. ഇനി ചിക്കനും കഴിക്കുക, ഫ്രൈസും കഴിക്കുക, മീനും കഴിക്കുക. അരി നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അരി നമ്മള് വേണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് അവര് കുറച്ചിട്ട് കഴിച്ചു കീര്. നമുക്കിനി അടുത്ത കുറെ റെസ്റ്റോറന്റ് ഉള്ളതാ. കമ്മോൺ.
കമോൺ കമോൺ. എന്ത് പറ്റി കണ്ണാ? സ്പേസ് ഒക്കെ വരണ്ടേ, ഒരു വഴി കൂടെ തന്നെ പോണേ, വഴി തിരിച്ചു വിടട്ടെ. Come on, keep at it. You can do it. Yeah. That's the spirit, man. Come on. Yeah. Come on. Like you have to actually eat it as well. കടിക്കാനും ഒരു ഉന്മേഷം കാണിക്കൂ. ഹാർഡാ. നീയല്ലേ സെലക്ട് ചെയ്തത്? നിനക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു? നീ തന്നെയാണ് ഇവിടെ വരണം, ഇത് തന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ നീ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ഈ ചോറും കൂടി കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞേനെ, പക്ഷെ പറയാത്തത് അതെന്റെ ഇത്. ഇതെന്താണ് ഇങ്ങനെ ജീവിക്കുന്ന ഗഡി? ഗഡി നീ തൃശ്ശൂരിലെ കുട്ടിയല്ലേ, ഒന്ന് പെട്ടെന്ന് കഴിയത്. ഇത് തേങ്ങയാണിത്. 6 പേരുടെ ഫുഡ്. 6 പേരുടെ ഫുഡായിട്ട് നീ ചോറ് തൊടുന്നില്ലല്ലോ. നീ വെറും മാംസം മാത്രമല്ലേ. 6 പേരുടെ പ്രൗഢി നീ പറയണ്ട. കാളയനല്ല, ഇത് മൊത്തം തീർക്കണ്ടേ. നീ ചോറും തീർക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാണ് ഈ പ്രൗഢി പറയുന്നത്? ഗഡിയുടെ ഉള്ളതെല്ലാം കഴിയും. ഇനി മൊത്തം നമുക്ക് ഡെസേർട്സ് പഠിക്കാം, അതാ നല്ലത്. അതിന് നീ ഇത് കംപ്ലീറ്റ് ചെയ്താലല്ലേ ഡെസേർട്ടിലോട്ട് പോകത്തുള്ളൂ. ഇത് കംപ്ലീറ്റ് ആക്കും. തേങ്ങ ഫിഷ് തീർന്നു കേട്ടോ ഗൈസ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് ക്രോസ് ആവും, 5K ക്രോസ് ആവും. I'll give you 5K for that. പിന്നെ അടുത്തത് രണ്ടാമത്തെ 10K മേടിക്കണമെങ്കിൽ നീ 10K കഴിക്കേണ്ടി വരും. കഴി ഒരു മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറായി. ഇതൊരു റൂമിലോട്ട് പോണെന്ന് ഞാൻ പറഞ്ഞില്ലേ, 5-6 റൂമുണ്ട് അവിടെ. ഇപ്പോഴും സ്ഥലം കിടക്കേ. ഈ സ്ഥലം എപ്പോഴും കിടക്കണോ? അത് ചെരിഞ്ഞു പോണില്ലെന്ന്. ഈ ഉന്മേഷം ക്യാമറ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. വായിട്ട് വരാം. മീനിന്റെ ചൊവ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്, അതാ നല്ലത്. ബോയ്സ്, അപ്പം ഇവൻ ഇതുവരെ കഴിച്ചിരിക്കുന്നത് 3624 രൂപയ്ക്കാണ് ഇവിടുന്ന് കേട്ടോ. അപ്പൊ ഏകദേശം 6600 സംതിങ് ആയി ടോട്ടൽ. അതിൽ നിന്ന് 400 രൂപ കുറയ്ക്കണം റൈസിന്. വേണ്ട ഇവിടെ വെച്ച് കിട്ടിയത് പോവാ, 5000 രൂപ മേടിച്ചോണ്ട് പോവാം. മുമ്പിലോട്ട് എവിടെയെങ്കിലും വെച്ച് അബദ്ധം ഛർദ്ദിച്ച് പോയാ ഒന്നും കിട്ടത്തില്ല. ഛർദ്ദിച്ചാൽ ഒന്നും കിട്ടില്ല. പക്ഷെ ഛർദ്ദിക്കുന്നതിന് കിറ്റ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോഴും 5K കിട്ടത്തുള്ളൂ. അടുത്തത് ഓഡിയൻസ് ഡിസൈഡ് ചെയ്യുന്നത്. കടയിൽ കിടക്കുന്നതിന് മുമ്പ് ഏതായാലും നല്ല വേണം അവന്. കമോൺ, സെലക്ട് സംതിങ് ഗുഡ്. മസലി പെരിന്തൽമണ്ണ. അടുത്ത റെസ്റ്റോറന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, റെയിൽവേ സ്റ്റേഷനാണ്. ഇവനെ ഇനി ആക്കുകയാണ്. ഒടുക്കത്തെ ട്രാഫിക് ആയെന്ന് വന്ന വഴി ഇനി എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. ഇനി കടകളൊന്നും വലുതായിട്ടില്ല. എന്തായാലും നീ എത്ര രൂപ അയക്കുന്നുണ്ട്? 6200 കഴിച്ചല്ലേ? 6200 അല്ല, 5000 രൂപ കിട്ടുന്നുണ്ട്. 10000 രൂപ കിട്ടേണ്ടതായിരുന്നു. 10000 ഡൗട്ടാണ് നീ കഴിക്കാന്ന്. പിന്നെ കടകളും ഇല്ല, അതിന്റെ പേരിൽ മാത്രം. ഇവൻ ആ പ്ലാറ്റർ കഴിച്ചതിന്റെ സ്പീഡ് വെച്ച് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചിലപ്പോ സമയം ഉണ്ടായിരുന്നെങ്കിൽ. ഹോച്ചിമിന് 5K കിട്ടിയിരിക്കുന്നു. വന്നിരിക്കുന്നു.